ഹലോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ അവന്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലർക്ക് വളരെ നിസ്സാരമായി തോന്നിയേക്കാം എത്ര സിമ്പിളാണ് ഈ പുസ്തകമെന്ന്. അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബിന്റെ അവസ്ഥയിലും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാതിരിക്കാം, പക്ഷെ ഒട്ടും അറിയാത്ത കുറച്ച് പേരുണ്ടാകും നമുക്കിടയിൽ. യൂട്യൂബിനെ പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഈ വൈറ്റി സ്റ്റുഡിയോ, എവിടെയാണ് നമ്മൾ വാച്ചിങ് അവർ നോക്കേണ്ടത് എന്നൊക്കെ അത്തരത്തിൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് വൈറ്റി സ്റ്റുഡിയോ നമ്മൾ എങ്ങനെ നോക്കാം, എവിടെയാണ് നമ്മുടെ വാച്ചിങ് അവർ എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ കാണണോ അല്ല വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിന് തൊട്ട് മുൻപായി ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കൈമാസ്റ്റർ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് എഡിറ്റിംഗ് പഠിക്കാം എന്നൊക്കെ, വളരെ ലളിതമായി എഡിറ്റിംഗ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈമാസ്റ്റർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് അയച്ചു തരാം വാട്സപ്പിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോസ് ഏകദേശം 30,000-ഓളം ആളുകൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 3,500-ൽ മുകളിലുള്ളവർക്ക് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ടിങ്ങും ഏകദേശം 1,500 വരെ ആയി. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല, ഈ 3,500 പേർക്ക് അയച്ചിട്ട് എനിക്ക് വന്ന സബ്സ്ക്രൈബേഴ്സ് കേവലം 1,500 ആണ്. ബാക്കി 2,000 ആളുകളും എന്നെ സബ് ചെയ്തില്ല എന്നുള്ളതാണ്. എനിവേ, ഞാൻ അതിലൊട്ടും ബോധേടല്ല. കാരണം എന്നെ ആവശ്യമില്ലാത്തവർ ഒരിക്കലും എന്നെ സബ് ചെയ്യരുതേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾ വീഡിയോ കാണൂ എന്നുള്ളതാണ്. എൻ്റെ വാച്ചിങ് അവറൊക്കെ ഏകദേശം ഇപ്പോൾ പകുതിയോളമായി, 2,000 മണിക്കൂറോളം ആയിട്ടുണ്ട്. വീഡിയോസ് ഒന്നും തുടർന്ന് ഇട്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. നിരവധി കോളുകൾ ആണ് ദിവസവും വരുന്നത്. കോളുകൾ എടുക്കാൻ ഒരുപക്ഷെ എനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ മാക്സിമം വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മാക്സിമം നല്ല 100% ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം കുറച്ച് വൈകുന്നേ ഉള്ളൂ. കാരണം എൻ്റെ ആ തിരക്കിന്റെ ഇടയിലാണെങ്കിൽ പോലും ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ കൊടുക്കാറുണ്ട്, അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. ഇനി എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ കൈൻമാസ്റ്റർ പുതിയൊരു വേർഷൻ എൻ്റെ കയ്യിലുണ്ട്, വാട്ടർ മാർക്ക് ഇല്ലാത്തത്. അതായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെയാണ് വൈറ്റി സ്റ്റുഡിയോ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ വൈറ്റി സ്റ്റുഡിയോ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എവിടെയാണ് വാച്ചിങ് അവർ, എവിടെയാണ് അനലിറ്റിക്സ്, എവിടെയാണ് കമന്റ് ബോക്സ്, ഇത്തരം കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇതുള്ളത്. ഇത് ആവശ്യമുള്ളവർക്ക് തുടർന്നും വീഡിയോസ് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി, ഏൺസ്, ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. മുകളിൽ നമ്മളൊരു 3 വീഡിയോസിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് എന്തിനാണ്, ഓരോന്നും എങ്ങനെയാണ്, എവിടെയാണ് നമ്മുടെ വാച്ചിങ് അവർ, എന്താണ് ഈ അനലിറ്റിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോസ് അവിടെ കാണുന്നില്ലേ, അതിൽ തന്നെ എൻ്റെ ആവറേജ് ഡ്യൂറേഷൻ 3 മിനിറ്റ് വരെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, കണ്ടില്ലേ ഇവിടെയൊക്കെ. അപ്പോൾ 24 മിനിറ്റുള്ള എൻ്റെ വീഡിയോസ് 3 മിനിറ്റ് വരെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അധികം ആൾക്കാരും അപ്പോൾ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതാണ് ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റുകൾ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ വീഡിയോസ് ഇട്ടത് മുതൽ. അതാണ് ഈ ഒരു കണ്ടന്റ് എന്നുള്ള ഭാഗം. ഇനി നമ്മൾ അനലറ്റിക്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. ഇവിടെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ തുടക്കക്കാരായത് കാരണം ഞാൻ വല്ലാതെ പറയുന്നില്ല. ഇവിടെയാണ് നിങ്ങളുടെ വീഡിയോസിൻ്റെ ഗ്രാഫും മറ്റു കാര്യങ്ങളും ഒക്കെ, ഓരോരോ വീഡിയോസിന് ലാസ്റ്റ് 28 ഡേയ്സിൽ എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളതും, നമുക്ക് എത്ര കണ്ടന്റിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഷോർട്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, നമ്മൾ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണ്, എത്ര ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ഓഡിയൻസ് എങ്ങനെയാണ്. ഓഡിയൻസിൻ്റെ ഗ്രാഫ് കാണുന്നില്ല, എനിക്ക് അവസാന നിമിഷത്തിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫുകൾ കാണിക്കും. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഏത് ഏജിലുള്ളവരാണ് നമ്മുടേതെന്നുള്ളത് എനിക്ക് ഒരു 13-നും 17-നും ഇടയിൽ വളരെ കുറവാണ്. 18-നും 24-നും ഇടയിലും കുറച്ച് അങ്ങനെ. എൻ്റെ കൂടുതൽ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് 35-നും 44-നും ഇടയിലുള്ളവരാണ്. അതുമല്ല എൻ്റെ വീഡിയോസ് ഏറ്റവും ജനറൽ കാണുന്നത് ആണുങ്ങളാണെന്നുള്ള, ഫീമെയിൽ വളരെ കുറവാണ്, മെയിലാണ് കൂടുതൽ എന്നുള്ളതാണ്. ഫീമെയിൽ ഒരു 30% വരെയൊക്കെ ഉണ്ടാവുള്ളൂ.
കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോന്ന് അവിടെയാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കണ്ട സ്ഥലം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് മലയാളത്തിലായതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കുറച്ച് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരു 4% ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസിൽ എത്ര കിട്ടി, അതിൽ നിന്നും എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു എന്നുള്ളതൊക്കെയാണ് ഈ അനലറ്റിക്സ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അത് ഓരോന്നും വഴി ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം തുടക്കക്കാരായത് കാരണം നിങ്ങൾക്കൊരു ഒന്ന് ഓടിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പഴയ കമൻറ്റ് ബോക്സ് തന്നെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് അടിയിലൊക്കെ നമുക്ക് നമ്മുടെ എത്ര ലൈക്കുകൾ എത്ര ഈ ആഴ്ചയിൽ വന്നു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇതാണത്. ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. പിന്നെ പൊതുവേ ഈ കൂട്ടുകൂടാം ഈ ഇറക്കുന്ന കുറച്ച് ടീംസ് ഇല്ല, അവർക്കൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. ആ കമൻസുകളാണ് അവിടെ കാണുന്നത്. ഇനി നമുക്ക് ഏൺസ് എന്നുള്ള ഭാഗം ഞെക്കി നോക്കാം. ഓക്കെ, ഇവിടെയാണ് കറക്റ്റായിട്ട് ഏൺസ് എന്നുള്ള ഏറ്റവും അടിയിൽ ഇവിടെയാണ് നിങ്ങൾ വാച്ചിങ് അവർ നോക്കേണ്ടത്. അല്ലാതെ ആ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ലാസ്റ്റ് 28 ഡേയ്സിൻ്റെ വാച്ചിങ് ടൈമല്ല നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കിത് ഇപ്പോൾ ഞാനൊരു 25 കണ്ടൻറ്റോളം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഹാഫ് ഇതായിട്ടുണ്ട്. 2044 വാച്ചിങ് അവർ ആയിട്ടുണ്ട്, മണിക്കൂർ എനിക്ക് ആയിട്ടുണ്ട്. ഇനി അത്രയും കൂടെ ഒക്കെ ആയാൽ വാച്ചിങ് അവർ ആകുമായിരിക്കും. വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആവേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാം. പ്രേക്ഷകരെ, ഒരു ചെറിയ പനിയുടെ ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ശബ്ദത്തിലും എൻ്റെ ഫേസിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ഇന്ന് പനി തന്നെയാണെന്ന് തോന്നുന്നു. പനിയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ അടുത്ത വീഡിയോസ് ഞാൻ പിന്നീട് ഇടാം തീർച്ചയായിട്ടും. ഇപ്പോൾ മിനിമം നിങ്ങൾ ഇതെങ്കിലും അറിഞ്ഞിരിക്കുക, എവിടെയാണ് നിങ്ങളുടെ വാച്ചിങ് അവർ എന്നും എങ്ങനെയാണ് അനലറ്റിക്സ് എന്നുള്ളതൊക്കെ വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് ഇത് പുതിയൊരു കൈൻ മാസ്റ്റർ, എങ്ങനെ വാട്ടർമാർക്ക് ഇല്ലാത്ത ഒരു ന്യൂ കൈൻ മാസ്റ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് വരും. അത് ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുൻപ് അയച്ചു തന്നത് സൂട്ടബിൾ അല്ലാത്തവർക്കും ഇത് സൂട്ടബിൾ ആകുന്നുണ്ട്. ഏറ്റവും അവർക്കും ഞാൻ ഇത് അയച്ചു തരേണ്ട നെക്സ്റ്റ് വീഡിയോ മേ ബി ടുമാറോ ആയിരിക്കും ആ വീഡിയോസ് വരുന്നത്. നിങ്ങൾ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ട് മാത്രമാണ് തുടർന്നും വീഡിയോസ് ഇട്ടുകൊണ്ടുപോകാൻ എന്നെ നയിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ആ ഒരു എഡിറ്റിംഗ് വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ.